ഹായ്, ഇന്ന് നമ്മൾ ഗ്രീൻ പാലക് റൈസ്. ലെറ്റ്സ് സീ ഹൗ ടു മേക്ക് ഇറ്റ്. ചീര കൊണ്ടൊരു റൈസ് ഉണ്ടാക്കാം. ചീര, ഞാൻ കുറച്ച് കല്ലുപ്പ്. ചീര എന്ന് വെച്ചാൽ 250 ഗ്രാമിൻ്റെ അത്രയ്ക്ക് ചീര. ഞാൻ കല്ലുപ്പും അതിൻ്റെ ഉള്ളിലുണ്ട്. കല്ലുപ്പ് എന്തിനിട്ടെന്ന് വെച്ചാൽ കുറച്ച് കയ്പ്പ് കുറഞ്ഞ് കിട്ടും തോന്നുന്നു ഇലവർഗ്ഗങ്ങളുടെ. അതിന് വേണ്ടിയിട്ടാണ് കല്ലുപ്പ് ഇങ്ങനെ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർക്കാം. എൻ്റെ അടുത്ത് കുറച്ച് പാലുണ്ട്. ആവശ്യമില്ല കേട്ടോ, പാലൊന്നും ഒഴിക്കണമെന്നില്ല, വെറുതെ ഒഴിച്ചു എന്നേ ഉള്ളൂ. വെള്ളം മാത്രം ഒഴിച്ചാലും മതി. ചൂടായി ഇരിക്കുന്ന നമ്മളുടെ പ്രഷർ കുക്കർ ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആൻഡ് കുറച്ച് നെയ്യും കൂടി ചേർക്കാം. സംബടി കേം. രണ്ട് സ്പൂൺ നെയ്യും കൂടി ചേർത്ത് ചൂടാക്കാം. ചൂടായി. അപ്പോൾ അറിയാലോ, എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ജീരകം ഇടാം. കുറച്ച് ജനറസ് ആയിട്ട് ഇടാം. ഒരു 1.5 ടീസ്പൂണൊക്കെ നമുക്ക് ജീരകം ഇടാം. കാരണം നമ്മൾ എടുക്കുന്നത് ഒരു 400 ഗ്രാംസ് ഓഫ് റൈസാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ജീരകം എടുത്തു. പിന്നെ അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് മുഴുവനായിട്ടുള്ള 2-3 ഏലക്കായും ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ തന്നെ ഇടാം. ഓക്കെ, സോ ഇതിപ്പോൾ തന്നെ മൂത്തു. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ സവാള 2 ചെറുത് ആൻഡ് വെള്ളുള്ളി ഒരു 10-15 അല്ലി, ഒരു 6 പച്ചമുളക് കുഞ്ഞിത്, ഇത്രയാണ് നമ്മുടെ അടുത്തുള്ളത്. അപ്പോൾ അത് നമുക്ക് ഉള്ളിയിടാം. ഉള്ളിയിട്ടു ഇനി ഒന്ന് വഴറ്റാം. നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി നല്ലൊരു ഫ്ലേവർ തരുന്നുണ്ട് കേട്ടോ. നല്ല ഫ്ലേവർ എന്ന് വെച്ചാൽ നല്ലൊരു മണം തരുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റാം നമുക്കിത്. അത്യാവശ്യം നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ. ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കാരണം നമ്മളുടെ ഇതിൽ ഓൾറെഡി ഉപ്പുണ്ട്. ഇതിൽ നമ്മുടെ മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ചീരയും ഉപ്പും കൂടിയിട്ടാണല്ലോ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചത്. അപ്പോൾ അത് നോക്കിയിട്ട് ലേശം ഉപ്പ് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടും സവാള വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. സോ അതിടാം. ആൻഡ് നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ കുറച്ച് വഴന്ന് വന്നതല്ല, അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചമുളക്, നമ്മളുടെ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റാം. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, കളറ് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗാർലിക് ഇടാം അതിലേക്ക്. ഓക്കെ, മുഴുവനും ഇടാം. ഞാനത് മുഴുവൻ വടിച്ചെടുത്തിടാം. മുഴുവനും ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്നും കൂടി വഴറ്റണം. ഗാർലിക്കിൻ്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ട് പോകണമാക്കി വഴറ്റാം. ഗാർലിക്കിൻ്റെ പച്ചമണം ഒരുവിധമൊക്കെ പോയി. ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ടൂമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ പൊടി ചേർത്ത് യോജിപ്പിച്ചു. പിന്നെ അധികം നേരം നമുക്ക് വൈകിപ്പിക്കേണ്ട. അതിലേക്ക് നമ്മളുടെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പേസ്റ്റ് ഉണ്ടല്ലോ, ഇതാ കുറച്ച് പാലിൽ അരിഞ്ഞ് കിട്ടിയിട്ടാണ്. പിന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സിയുടെ ജാറും കൂടി കഴുകി അങ്ങനെ എടുത്തിട്ടുള്ള ആ ഒരു പേസ്റ്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ടൊന്ന് ഇളക്കാം. ഈ മെത്തേഡിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് തുമ്മണ്ട അവസ്ഥയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. കാരണം മുളകുണ്ട് അതിൽ. അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു ആവി ഇങ്ങോട്ട് എടുക്കുമ്പോൾ നമുക്ക് അത്ര നല്ലൊരു ഫീലല്ല അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഉണ്ടാവുക. ആൻഡ് നമ്മളിതിലേക്കെല്ലാം നമ്മളുടെ മിക്സ് ടോട്ടലി പാർന്നു. ഐപോട്ട് കംപ്ലീറ്റ്ലി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചാൽ മതി, ഒരു 2 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരിയിടാം. അങ്ങനെ ഒരു 2-3 മിനിറ്റ് വെന്തു. വല്ലാതെ വേവാൻ കാത്തിക്കണ്ട, കാരണം ചോറിട്ടിട്ട് നമ്മൾ നന്നായിട്ട് വേവിക്കുന്നതാണല്ലോ. ഒന്നും കൂടി നമ്മൾ അരിയിടുകയാണ് ഇതിലേക്ക്. അരി ഒരു മണിയില്ലാതെ എല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ടു. ആൻഡ് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം ഇങ്ങനെ വെക്കാം, ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് 2 വിസിൽ. ഓക്കെ, ചോറ് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. മതിയാവും. 2 വിസിലിന് ഉള്ള ഇതേ ഉള്ളൂ, വേവേ ഉള്ളൂ ഇതിന്. കാരണം സോനാ മസൂരി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വല്ലാതെ വെന്ത് കുഴഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. സോ 2 വിസിൽസ് ആൻഡ് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽസ്. എന്നിട്ട് നമ്മൾ സ്റ്റീം കളയാതെ അതിൻ്റെ നാച്ചുറലായിട്ട് തന്നെ സ്റ്റീം ഡൗൺ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്താൽ നന്നായിട്ട് വെന്ത് കിട്ടും. ഇവിടെ റൈസ് റെഡിയായി. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ മാത്രം കേട്ടോ കുറച്ച് നെയ്യ് കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒരു ഫ്ലേവർ കിട്ടും, നല്ലതാണ്. പിന്നെ ഇത് നന്നായി തണുത്തതിന് ശേഷം ഇളക്കിയെടുത്ത് നമുക്ക് ഉപയോഗിക്കാം.
ഞാൻ ചെറുതായിട്ടൊന്ന് തണുത്തപ്പോൾ ഇതൊക്കെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ച് നോക്കിയപ്പോൾ. പിന്നെ ഇതിന് എന്താണെന്ന് വെച്ചാൽ ചൂടോടുകൂടി നമ്മൾ ഇളക്കുകയാണെങ്കിൽ ആ കുഴഞ്ഞു കൊണ്ടാവും. അപ്പോൾ കുറച്ചൊന്ന് തണുത്തതിൻ്റെ ശേഷം ഇളക്കുന്നതായിരിക്കും നന്നാവുക. പിന്നെ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ് ഓൾ ടുഗെദർ. നേരമില്ലാത്തവർക്ക് സവാള ഇടാം. നല്ലൊരു റൈസാണ്. നമുക്ക് പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ നെവർ ഗോ റോങ് എന്ന് പറയുന്ന തരത്തിലുള്ള റൈസാണ്. ഈ പാലക്ക് വലിയ പഞ്ചൻ്റായിട്ടുള്ളൊരു ഇതൊന്നും ഫ്രാഗ്രൻസും ടേസ്റ്റൊന്നും ഇല്ലാത്തൊരു ന്യൂട്രലായിട്ടുള്ളൊരു ചീരയാണ്. അത് കാരണം കൊണ്ട് നല്ല കോംപ്ലിമെൻറ്റ് ചെയ്ത് പോകുന്നുണ്ട്. കുറച്ച് പഞ്ചൻ്റാണ്, ഒരു റെഡ് കളറിലുള്ളതൊക്കെ അല്ലേ, അങ്ങനത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടേസ്റ്റും അതൊക്കെ നമുക്ക് ചിലപ്പോൾ ചിലവർക്ക് പിടിക്കേണ്ടാവില്ല. പക്ഷേ ഇത് ഗുഡ്. അങ്ങനെ റൈസിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈം വേറൊരു എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണാം. ആൻഡ് സി മിൽക്കി മിസ്റ്റിൻ്റെ മാംഗോ റിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൺഡേ ഇത് കഴിക്കുകയാണ് ഞാൻ, ക്ഷീണം മാറ്റാൻ. ഇത്രയൊക്കെ ഉണ്ടാക്കിയതല്ലേ. സി യു നെക്സ്റ്റ് ടൈം.